ദശാംശ സംഖ്യകളുടെ വർഗം. സ്ക്വയർ ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. 0.5 ഹോൾ സ്ക്വയർ. ഇതൊരു ദശാംശ സംഖ്യയാണ്. ദശാംശ സംഖ്യയുടെ സ്ക്വയർ കാണണം. ദശാംശ സംഖ്യയുടെ വർഗം. ദശാംശ സംഖ്യയുടെ വർഗം കാണുമ്പോൾ ദശാംശം ഇല്ലാണ്ട് സംഖ്യ മാത്രം എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കാണുക. ദശാംശം ഇല്ലാതെ സംഖ്യ മാത്രം പറഞ്ഞാൽ ഇവിടെ 5 ആണ്. 5ൻ്റെ സ്ക്വയർ കാണുക. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ടെന്ന് നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കാണ്. 1ൻ്റെ ഇരട്ടി എടുക്കുക. ഈ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി. 1 × 2 2 എന്നിട്ട് 2 ദശാംശ സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് നീക്കുക. 1 2 സ്ഥാനം നീക്കിയിട്ട് ഇവിടെ ദശാംശം ഇടുക. ഉത്തരം 0.25. 0.7 സ്ക്വയർ. നമ്മൾ ആദ്യം ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം സ്ക്വയർ കാണുക. ദശാംശം ഒഴിവാക്കിയ 7. 7ൻ്റെ സ്ക്വയർ 7 × 7 49. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ഉണ്ടെന്ന് നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കാണ്. അതിൻ്റെ ഇരട്ടി എടുക്കുക. 1 × 2 2 എന്ന് വരും. 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ഇവിടെ പോയിന്റ് ഇടുക. 0.49. 0.03 ഹോൾ സ്ക്വയർ. നമ്മൾ ആദ്യം ദശാംശം ഒഴിവാക്കിയിട്ട് സംഖ്യയുടെ മാത്രം സ്ക്വയർ കാണുക. ദശാംശം ഒഴിവാക്കിയ 3ൻ്റെ സ്ക്വയർ കാണുക. 3ൻ്റെ സ്ക്വയർ 3 × 3 9. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? ദശാംശം കഴിഞ്ഞിട്ട് 1 2 അക്കമുണ്ട്. അതിൻ്റെ ഇരട്ടി എടുക്കുക. 2 × 2 4. 4 സ്ഥാനം ഇങ്ങോട്ട് നീക്കണം. 4 സ്ഥാനം നീക്കാൻ ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പം നമുക്കൊരു 3 0 കൂടി ഇടുക. 3 0 ഇട്ട് അപ്പം 4 സ്ഥാനമായി. എന്നിട്ട് ഇവിടെ ദശാംശം ഇടുക. ഉത്തരം 0.0009. അടുത്തത് 0.005 ഹോൾ സ്ക്വയർ. ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം സ്ക്വയർ കാണുക. ദശാംശം ഒഴിവാക്കിയ 5. 5ൻ്റെ സ്ക്വയർ 5 × 5 25. ദശാംശം 5 × 5 25. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ഉണ്ടെന്ന് നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് 1 2 3 അക്കമുണ്ട്. അതിൻ്റെ ഇരട്ടി കാണുക. 3 × 2 6. എന്നിട്ട് 6 സ്ഥാനം ഇങ്ങോട്ട് നീക്കണം. 6 സ്ഥാനം ഇടത്തോട്ട്. അതിനിവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 6 സ്ഥാനമാവാൻ 1 2 3 4. ഇപ്പോൾ 6 സ്ഥാനമായി. 1 2 3 4 5 6. ദശാംശം ഇവിടെ ഇടുക. 0 ഇടുക. ഉത്തരം 0.000025. ഇതുപോലെ 0.002 ഹോൾ സ്ക്വയറിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ. ദശാംശ സംഖ്യകളുടെ ക്യൂബ്. ക്യൂബ് ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. 0.4 ഹോൾ ക്യൂബ്. 0.4ൻ്റെ ക്യൂബ് കാണണം. ദശാംശം ഒഴിവാക്കുക. ഇവിടെ ചെയ്ത പോലെ ദശാംശം ഒഴിവാക്കിയ 4. 4ൻ്റെ ക്യൂബ് കാണുക. എന്ന് പറഞ്ഞാൽ 4 3 തവണ കുടിക്കണം. 4 × 4 × 4 64 എന്ന് വരും. എന്നിട്ട് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ടെന്ന് നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കാണ്. നമ്മളിവിടെ സ്ക്വയർ കാണുമ്പോൾ ദശാംശ സ്ഥാനത്തിൻ്റെ ഇരട്ടി എടുത്തു. 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ ദശാംശ സ്ഥാനങ്ങൾ എത്രയുണ്ടോ അതിനെ 3 കൊണ്ട് ഗുണിക്കുക. കാരണം ക്യൂബാണ്. സ്ക്വയർ കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തെ 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെ ക്യൂബാണ് കാണുന്നത്. അപ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തെ 3 കൊണ്ട് ഗുണിക്കണം. 1 × 3 3 എന്ന് വരും. എന്നിട്ട് 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 3 സ്ഥാനം നീക്കാൻ ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. ഒരു 0 ഇടുക. പോയിന്റ് ഇടുക. ഉത്തരം 0.064. 0.1 ഹോൾ ക്യൂബ്. ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം ക്യൂബ് കാണുക. 1ൻ്റെ ക്യൂബ് 1 3 തവണ ഗുണിക്കുക. 1 × 1 × 1 1. ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? ഒരക്കമുണ്ട്. ക്യൂബ് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിനെ 3 കൊണ്ട് ഗുണിക്കുക. 3 × 1 3 എന്ന് വരും. എന്നിട്ട് ഇവിടെ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അതിനിവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. 3 സ്ഥാനമാവാൻ. ഇപ്പോൾ 3 സ്ഥാനമായി. പോയിന്റ് ഇടുക. 0.001. 0.07 ഹോൾ ക്യൂബ്. നമ്മൾ ആദ്യം ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം ക്യൂബ് കാണുക. 7ൻ്റെ ക്യൂബ് 7 × 7 × 7 343 എന്ന് വരും. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് 1 2 സ്ഥാനമുണ്ട്. അതിനെ ക്യൂബ് കാണുമ്പോൾ 3 കൊണ്ട് ഗുണിക്കണം. 3 2 6 എന്ന് വരും. 6 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 6 സ്ഥാനം. അതിനിവിടെ 3 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 1 2 3 0 ഇട്ട് അപ്പോൾ 6 സ്ഥാനമായി. ഇനി പോയിന്റ് ഇടുക. ഉത്തരം 0.0000343. 0.06 ഹോൾ ക്യൂബ്. ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം ക്യൂബ് കാണുക. 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 3 തവണ ഗുണിക്കുക. 6 × 6 × 6 216 എന്ന് വരും. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് 1 2 അക്കം. അതിനെ ക്യൂബ് കാണുമ്പോൾ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. 3 2 6 എന്ന് വരും. 6 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അതിനിവിടെ 3 സ്ഥാനമേ ഉള്ളൂ. 4 5 6 3 സ്ഥാനം ഇട്ടു. പോയിന്റ് ഇട്ടു. ഉത്തരം 0.00021 6. 0.003 ഹോൾ ക്യൂബ്.
ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം ക്യൂബ് കാണുക. 3ൻ്റെ ക്യൂബ് 3 × 3 × 3 3 തവണ കുടിക്കുക 27 എന്ന് വരും. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് 1 2 3 അക്കമാണ്. അതിനെ നമ്മൾ ക്യൂബ് കാണുമ്പോൾ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 9 എന്ന് വരും. 9 സ്ഥാനം ഇങ്ങോട്ട് നീക്കണം. 9 സ്ഥാനം. അതിനിവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 സ്ഥാനമായി. ആകെ ദശാംശം ഇടുക, 0 ഇടുക. ഉത്തരം 0.00000002. ഇതുപോലെ 0.005 ഹോൾ ക്യൂബ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ.